ുമ്പോൾ മഴയുണ്ടായിരുന്നില്ല, പിന്നീട് കൊടയെത്തി. ഇപ്പോൾ ബിനോയ്ക്ക് പിന്നിൽ ശക്തമായ മഴ കാണാം. എന്താണ് മഴയുടെ ഒരു സ്ഥിതി കൂടി? തീർച്ചയായും ഇനി വരാൻ പോകുന്ന 21 ദിവസം അതിശക്തമായ മഴയിലേക്ക് കേരളം പോകും എന്നുള്ള ഒരു അറിയിപ്പുണ്ട്. നിലവിൽ ഇന്ന് വലിയ തരത്തിലുള്ള അലർട്ടുകൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ പോലും വടക്കൻ കേരളത്തിൽ ചില ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പുണ്ട്. ഇത് തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ മുന്നറിയിപ്പൊന്നും തന്നെ ഇല്ലായിരുന്നു. തിരുവനന്തപുരത്ത് ഇന്നലെ തുടങ്ങിയ മഴയാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്നലെ തുടങ്ങിയ മഴയാണ്. അതേസമയം ജലസംഭരണികളിലോ അല്ലെങ്കിൽ നദികളിലോ ഒന്നും കാര്യമായ തരത്തിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് 5-10 മിനിറ്റ് വീതം ഇങ്ങനെ മഴ ശക്തമായി പെയ്ത് തോർന്നു പോകുന്നു. പിന്നീട് വീണ്ടും മഴ പെയ്യുന്നു. ഇന്നലെ രാത്രിയിലും നല്ല തരത്തിൽ മഴ പെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും ഞാനത് സൂചിപ്പിച്ച് തുടങ്ങേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വാർത്തക്കിടയിൽ തന്നെ ഈ ശക്തമായ മഴ പെയ്തതുകൊണ്ട് മറ്റൊരു കാര്യം കൂടി, മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. അതുകൂടി പറയാം. കാരണം തെക്കൻ കേരളത്തിലെ കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ കാര്യമായ തരത്തിൽ മഴയ്ക്കുള്ള സാധ്യതകളുണ്ട്. ശക്തമായ മഴ പെയ്യും, കാറ്റിനുള്ള സാധ്യതകളുണ്ട്. അതേസമയം മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും നൽകിയിട്ടില്ല. കാറ്റിന്റെ വേഗതയെക്കുറിച്ചും വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ശരി ബിനോയ് സമഗ്രമായ വിവരങ്ങളാണ് നൽകിയത്. മഴ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമാവുകയാണ്. മുന്നറിയിപ്പുകൾ ഇല്ലെങ്കിൽ പോലും എല്ലായിടങ്ങളിലും ശക്തമായ മഴ ലഭിക്കുന്നുണ്ടെന്നാണ് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സമഗ്ര വിവരങ്ങളാണ് ബിനോയ് നൽകിയത്.